അടുക്ക ജയസൂര്യൻ നോക്കൂ, ഇപ്പോൾ എത്ര ദിവസമായി ഒരു എം എൽ എക്ക് മണ്ഡലത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല, കാലെടുത്ത് കുത്താൻ പറ്റുന്നില്ല. അടൂരിലെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എം എൽ എയുടെ അവസ്ഥ. നോക്കൂ, അപ്പോൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരാളാണ്. മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് അധികാരികളെ അറിയിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതല്ലേ ഉചിതം? മറ്റൊരാൾ വരട്ടെ പാലക്കാടിൻ്റെ പ്രതിനിധിയായിട്ട്. തീർച്ചയായിട്ടും അതെ. നേരത്തെ ശ്രീ വേണു ചോദിച്ചപ്പം ഈ BJP-യിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തീരെ കുറവായതുകൊണ്ട് ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയെടുക്കായത് അങ്ങനെ ഒരു പ്രീസിഡന്റ് ഉണ്ടോ എന്ന് വേണു ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ട്. മധ്യപ്രദേശിലെ BJP-യുടെ ധനകാര്യ മന്ത്രിയായിരുന്ന രാഘവ്ജി, അദ്ദേഹത്തിന് നേരെ ഇതുപോലൊരു ആരോപണം ഉണ്ടായി. അദ്ദേഹം മന്ത്രിസ്ഥാനം മാത്രമല്ല MLA സ്ഥാനം കൂടെ രാജിവെച്ചു. രണ്ടും രാജിവെച്ചിട്ട് മാറി നിന്നു. പിന്നീട് നടന്ന ഇലക്ഷനിൽ അദ്ദേഹം വിജയിച്ച് തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ BJP-യിൽ തീരെ കുറവായതുകൊണ്ടാണ് ഇത് തപ്പിയെടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുക തന്നെ വേണം. ഇത് ധാർമ്മികതയ്ക്ക്, രാഷ്ട്രീയത്തിന് കുറെ കൂടി വലിയ മൂല്യം കൊടുക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഇപ്പൊ രാഷ്ട്രീയക്കാരെ കുറിച്ച് തീരെ മൂല്യമില്ലാത്തവർ എന്നുള്ള നിലയിലുള്ള ചർച്ചയാണ് സമൂഹത്തിൽ കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോ ഒരു പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയും ഒക്കെ ഇക്കാര്യത്തിൽ വളരെ അലേർട്ടാണ്. കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ അവരുടെ വില ഇടിഞ്ഞു പോകുന്നുണ്ട്. MJ അക്ബർ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു BJP-ക്ക്. അദ്ദേഹവും ഇതുപോലെ രാജിവെച്ചയാളാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോ അങ്ങനെ രാജിവെച്ച് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്കാരം ഉള്ളതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ പിന്തള്ളി BJP-ക്ക് മുന്നോട്ട് വരാനും ഇന്ന് തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിക്കാനും പല സംസ്ഥാനങ്ങൾ ഭരിക്കാനും സാധിക്കുന്നത്. അപ്പൊ ധാർമ്മികതയ്ക്ക് വിലയുണ്ടോ എന്നുള്ളതിന്റെ സമൂഹത്തിൽ കൊടുത്ത വലിയ സാക്ഷ്യപത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ. ഇത് ഒരിക്കലും സമൂഹത്തിന് ആശാസ്യമായ ഒരു കാര്യമല്ല. ഇങ്ങനെ വന്നാലുള്ളൊരു പ്രശ്നം, ധാർമ്മികമായിട്ടുള്ള ഈ അപക്ഷയം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലേക്കും കടക്കും. രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ, സമ്പത്തിന്റെ മേഖലയിൽ, ബിസിനസിന്റെ, വ്യവസായത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വന്നു കഴിഞ്ഞാൽ രാജ്യം തകർന്നു പോകും. രാജ്യം തകർന്നു പോകുന്നതിന് മുമ്പ് ഈ ധാർമ്മിക ച്യുതി സംഭവിച്ച രാഷ്ട്രീയ പാർട്ടികളും തകർന്നു പോകും. അപ്പൊ അതൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്. അതിനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. അവരത് ഗൗരവപൂർവ്വം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പൊ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ നമുക്ക് എക്സ്ക്യൂസുകൾ പറയാം, യുക്തികൾ പറയാം, ന്യായങ്ങൾ നിരത്താം. അതൊക്കെ വളരെ സത്യമാണ്. നമുക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് ചർച്ചകളിൽ പിടിച്ചു നിൽക്കാം, വേദികളിൽ പിടിച്ചു നിൽക്കാം, പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക്, ചാനൽ ചോദ്യങ്ങൾക്ക് അതൊക്കെ നമുക്ക് മറുപടി പറയാം. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ, അതാണ് ശ്രീ ഹരിദാസ് ജി ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ജനമനസാക്ഷിക്ക് മുമ്പിൽ നമുക്ക് നമ്മുടെ തന്നെ നിലവാരം ഉയർത്തേണ്ടതുണ്ട്. പാർട്ടിയുടെ നിലവാരം, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലവാരം, നാടിന്റെ നിലവാരം അത് ഉയർത്തേണ്ടതുണ്ട്. ആ വിശ്വാസ്യതയിലാണ് നമുക്ക് സാമൂഹിക പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 11 വർഷക്കാലം ഒരു പൈസയുടെ അഴിമതിയില്ലാത്ത ഒരു ഭരണം നടക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തുടർച്ചയായ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും BJP ഭരണത്തിലിരിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ധാർമ്മികമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാണ്, ധാർമ്മികമായ ഒരു നേതൃത്വമാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മൂല്യം വളരെ വലുതാണ് എന്നുള്ളത്. ആ മൂല്യശോഷണം ആർക്കൊക്കെ സംഭവിച്ചോ ആ പാർട്ടികളും ആ നേതാക്കളും തിരോഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ധാർമ്മികതയുടെ വലിയ പര്യായമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വ്യക്തിശുദ്ധി, അവരുടെ ആദർശം, ഈ കാര്യങ്ങളൊക്കെ വളരെ കടുകട്ടിയായിരുന്നു. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരെ AKGയെ പ്രതിഷ്ഠിക്കാനും ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ MP-മാരുടെ എണ്ണത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാകാനും CPM-ന് സാധിച്ചുവെങ്കിൽ ഇന്ന് CPM തകർന്നു വീണത് 1% വോട്ടില്ലാത്ത പാർട്ടി എന്നുള്ള നിലയിൽ, അതായത് 1-1.5 MP മാത്രമുള്ള അവസ്ഥയിലേക്ക് തകർന്നു വീണതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? പ്രത്യയശാസ്ത്രപരമായ പരാജയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വ്യക്തികളിൽ, നേതാക്കളിൽ ധാർമ്മികമായിട്ടുണ്ടായ അപജയമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് എവിടെയാണെങ്കിലും, ഏത് തലത്തിലാണെങ്കിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോ കേവലം ഒരു കോൺഗ്രസും BJP-യും തമ്മിലോ അല്ലെങ്കിൽ CPM BJP-യും തമ്മിലുള്ള ഒരു സംഘടനമെന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സംവാദം എന്നുള്ളതിനുപരി ഞാൻ ഈ സംവാദത്തിന് വില കൊടുക്കുന്നത് ഇത് പൊതു രാഷ്ട്രീയ സമൂഹത്തിന് മേലേറ്റ ഒരു മാരകമായ പ്രകടനമാണ്. ഇത് വലിയ ഒരു കെടുതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ മൂല്യശോഷണം എന്ന് പറയുന്നത് കേവലം ഒരു രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടിക്കോ എന്നതിലുപരി പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ പൊതുവെയുള്ള എല്ലാ
രാഷ്ട്രീയക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയ രംഗത്തിന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മൂല്യച്യുതിയാണ്, ഒരു വലിയ തകർച്ചയാണ്. അതുകൊണ്ട് ആർക്കാണോ ഇതിന്റെ ഉത്തരവാദിത്വം ഓരോ സമയത്തും വന്ന് ഏൽക്കുന്നത് അവര് ഇത് പരിഹരിക്കാൻ നിൽക്കണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത് പരിഹരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കേ പറ്റുള്ളൂ. അത് CPM പറ്റില്ല, അത് BJP പറ്റില്ല. അതുപോലെ CPM പേരിലാണ് വരുന്നതെങ്കിൽ കോൺഗ്രസിന് BJP പറ്റില്ല, CPM പറ്റൂ. അപ്പോൾ അവരത് ഏറ്റെടുക്കുക എന്നുള്ള ധാർമ്മികതയാണ് ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന കാര്യം. പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മറുവശത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യപ്പെടാം, സമരം ചെയ്യാം, കേസ് കൊടുക്കാം, പ്രക്ഷോഭം കൂട്ടാം, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കാം, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആത്യന്തികമായി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതാ മാതൃക കാണിക്കുന്നു, ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഇതാണ്, അതുകൊണ്ട് ഉന്നതവും ഉദാത്തവുമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് പാർട്ടി ഇവിടെ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് യുക്തിയുക്തമായിട്ട് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാൻ നോക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും, രാഷ്ട്രീയ രംഗത്തിന് പൊതുവെ ഡാമേജ് ഉണ്ടാക്കും, ആത്യന്തികമായി നമ്മുടെ നാടിനും അത് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് ഈ മൂല്യച്യുതിയും പുഴുക്കുത്തുകളും മാറ്റേണ്ടത് എവിടെയാണോ അത് സംഭവിച്ചത് അവിടെയുള്ളവരാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു ജനകീയ പ്രക്ഷോഭമായി മാറുകയും പിന്നീട് അവസാനം ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരത്തെ ശ്രീ വേണു പറഞ്ഞതുപോലെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു നഷ്ടത്തിലേക്ക് പോകും. അതായത് അന്ന് രാജിവെക്കുമ്പോൾ, അന്ന് MLA സ്ഥാനം രാജിവെക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ ഇത് നേരത്തെ ചെയ്തുകൂടെ? ജനരോഷം ഭയം അവസാനം രാജിവെക്കേണ്ടി വന്നതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥ ഉണ്ടാകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.